Hello friends, welcome back to Tasty Curry. ഞാനൊരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വളരെ വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ഫുൾ വാച്ച് ചെയ്തിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെജിറ്റബിളായിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ ക്യാപ്സിക്കം എല്ലാ കളറും എടുത്തിട്ടുണ്ട്. അത് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പിടി ബീൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കണം. സവാള ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് അതിലേക്ക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ബീൻസിന്റെ കളർ മങ്ങാതെ തന്നെ ഇരിക്കും. വീണ്ടും ഒരു കടായി ഗ്യാസിലോട്ട് വെച്ചു. ഗ്യാസ് ഓണാക്കി ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. സവാള ഇട്ട് കൊടുക്കുന്നു. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അധികം വഴണ്ട് പോകരുത്. ഒന്നാമൊന്ന് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയും വേണം. വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇനിയും ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാവുന്നതാണ്. ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരി വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇനിയും ഫ്രൈഡ് റൈസിന് ആവശ്യത്തിനുള്ള 2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വാരി എടുത്തിട്ട് അരമണിക്കൂർ കുതിർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് അരിപ്പയിലിട്ട് ഊറ്റിക്കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ സാലഡ് മാസ്റ്റർ കുക്ക് വെയറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴേ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളയണമെങ്കിൽ ഊറ്റിക്കളഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുന്നെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കറക്റ്റ് പാകമാകുമ്പോൾ വിസിലടിക്കുക. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതാവും. അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ മഞ്ഞ ഞാൻ നേരത്തെ ഒരു ആൽമണ്ട് വൈറ്റ് കേക്ക് ഇട്ടിരുന്നു. അതിനകത്ത് വൈറ്റ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, മുട്ടയുടെ വൈറ്റ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഇതിനകത്ത്. അപ്പോഴേ മാറ്റി വെച്ചിരുന്ന ആ യെല്ലോ ആണ്, മുട്ടയുടെ മഞ്ഞയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറ് പൊട്ടിപ്പോകാതെ കുഴഞ്ഞു വരാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി ഈ മുട്ടയുടെ മഞ്ഞ ഇടരുത്. ചൂടാറി കഴിഞ്ഞിട്ട് വേണം മുട്ടയുടെ മഞ്ഞ ഇടാൻ. അല്ലെങ്കിൽ ഇത് ചോറ് കുഴഞ്ഞു പോവുകയും ചെയ്യും, ചോറെല്ലാം കുഴഞ്ഞ് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ ഉപ്പ് ഇടാവുന്നതാണ്. ഞാനിപ്പോഴും ഇട്ടിട്ടില്ല, പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞ മാത്രമാണ് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കാണിച്ചത്. മുട്ടയുടെ മഞ്ഞ മാത്രമല്ല, മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉൾപ്പെടെ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ആ മുട്ടയുടെ വെള്ള കേക്കിന് എടുത്തോണ്ട് പിന്നെ ഒരുമിച്ച് കുറേ മഞ്ഞ കിട്ടി. അപ്പോൾ അതൊരു റെസിപ്പിയായിട്ട് എടുത്തേ ഉള്ളൂ. ഇനി ആ റൈസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെജിറ്റബിൾ വഴറ്റി ആ കടായി തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മഞ്ഞയും റൈസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അത് ഒത്തിരിയായിട്ട് ഉണ്ട്. ഈ പാത്രത്തിൽ അത്രയും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ റൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള റൈസ് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തിരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡ്രൈ ആയി നല്ല മൊരിഞ്ഞ് വരുന്ന പോലുള്ള സൗണ്ടും ഒക്കെ കേൾക്കും. നല്ല ഇതായിട്ട് വരും. ഇതൊന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. റൈസ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മീറ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാനാണ്. ചെറിയ ക്യൂബായിട്ട് ചിക്കൻ വേവിച്ചെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ മീറ്റ് ആണെങ്കിലും കുക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സോസേജ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും വേവിച്ചിട്ട് വേണം, ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ചിക്കനും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് മീറ്റൊന്നും ഇട്ടിട്ടില്ല, ഓൺലി വെജിറ്റബിളും മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ റൈസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു.
മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഉണ്ടാകത്തില്ല. മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പിന്നെ ഇത് ആയിട്ടുണ്ട്, പാത്രത്തിലോട്ട് വാങ്ങുന്നുണ്ട്. പാത്രത്തിലോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ സ്പ്രിംഗ് ഒനിയൻ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോഴാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. അന്ന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാം. ഇനി സാധാ റൈസ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം കുഴഞ്ഞു പോകാത്ത റൈസ് വേണം എടുക്കാനായിട്ട്. നമ്മൾക്കിപ്പോൾ അധികം സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധാ നമ്മുടെ റൈസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ശകലം വെജിറ്റബിൾ ഇട്ട് വഴറ്റി മുട്ടയുടെ മഞ്ഞ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓടുന്ന ഓപ്ഷനോട് എനേബിൾ ആക്കി വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.